ഹലോ, അസ്സലാമലൈക്കും. പിന്നെ എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങൾ? ഇന്നിപ്പോൾ നമ്മൾ നേരത്തെ തന്നെ എഴുന്നേറ്റിട്ട് വീഡിയോസ് എടുക്കാമെന്ന് വിചാരിച്ചു. കാരണം നമ്മൾ 12 മണിക്ക് ഇടുന്നത് ചിലപ്പോൾ 12 മണി കഴിഞ്ഞിട്ടൊക്കെയാണ് ടൈം കിട്ടാത്ത കാരണം ആവണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം ഇന്ന് നേരം വെളുത്തപ്പോൾ എഴുന്നേറ്റപ്പോൾ തന്നെ വീഡിയോസ് എടുക്കാമെന്ന് വിചാരിച്ച്. ഇന്ന് ഒരുപാട് പേരത് അയക്കാനുണ്ട്, ഇനി ഒരുപാട് പേരത് പാക്ക് ചെയ്യാനുണ്ട്. പിന്നെ കുറച്ച് ആൾക്കാരതൊക്കെ ഹാഫ് ബീഡ് കഴിഞ്ഞിട്ടുണ്ട്, അത് നാളെയാണ് എത്തുള്ളൂ. ഒരുപാട് പേര് 150 രൂപയുടെ കിറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ വിചാരിച്ചതിനേക്കാളും കൂടുതൽ ഓർഡർ നമുക്ക് കിട്ടിയപ്പോൾ നമുക്ക് സാധനം തികഞ്ഞില്ല. അപ്പോൾ നമ്മൾ അതിന് ഓർഡർ കൊടുത്തിട്ടുണ്ട്. നാളെയാണ് നമ്മുടെ കയ്യിൽ കിട്ടുക. അത് കിട്ടിക്കഴിഞ്ഞതിന് ശേഷമാണ് ബാക്കിയുള്ളവരത് നമ്മൾ അയക്കുള്ളൂ. അപ്പോൾ സാധനം ഉണ്ടെങ്കിൽ പോരെ ഓർഡർ എടുക്കുക എന്നൊക്കെ ചോദിക്കും. നമ്മൾ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഓർഡർ എടുത്തത്. പക്ഷേ നമ്മൾ വിചാരിച്ചതിനേക്കാൾ ആൾക്കാർ കൂടുതലായതുകൊണ്ടാണ് സാധനം തീർന്നത്. ഇങ്ങനെ എനിക്കൊരിക്കലും സംഭവിക്കാറില്ല. നിങ്ങൾ പറഞ്ഞ ടൈമിന് അയച്ചു തരാറുണ്ട് ഞാൻ. പക്ഷെ ഞാൻ ആ കൂട്ടത്തിൽ വിചാരിച്ചിട്ടുണ്ടാവുമെന്ന്. അപ്പോൾ എന്തായാലും ക്ഷമിക്കുക. പിന്നെ ഒരുപാട് പേർക്ക് സാധനം ഓരോന്നോരോന്ന് മിസ്സിങ് വരുന്നുണ്ട്. എല്ലാ പ്രാവശ്യവും ഉണ്ടാവാറുണ്ട് എന്നൊക്കെ ചിലവർ പറയാറുണ്ട് കേട്ടോ ചിലവർക്ക്. അപ്പോൾ ഒന്നും ഉണ്ടായിട്ടല്ല, നമ്മൾ ഒറ്റയ്ക്ക് തന്നെയാണ് ഇതൊക്കെ ചെയ്യണത്. ഹെൽപ്പിന് വെച്ചിട്ട് ഒരാളൊന്നുമില്ല. ഈ കാര്യങ്ങൾ ചെയ്യണതിലിടക്കാവും ഉപ്പാടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ചിലപ്പോൾ അങ്ങോട്ട് പോവുക. എല്ലാവർക്കും അറിയണതാണല്ലോ ഉപ്പാടെ സ്ഥിതിയും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിൻ്റെ ഇടക്ക് അങ്ങോട്ട് പോവും. അപ്പം അതിലിടക്ക് ഓരോന്ന് വെക്കാനൊക്കെ മറക്കുന്നതാണ്. പിന്നെ ഓരോരുത്തർ സെറ്റാക്കിയിട്ട് ഫോട്ടോ വിട്ട് തരുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. പക്ഷെ അതിനൊന്നും ടൈം കിട്ടാത്തതുകൊണ്ടാണ് നമ്മൾ അതൊന്നും ഏറ്റെടുക്കാത്തത്. ഇപ്പം പിന്നെ നമ്മൾ പോസ്റ്റ് വഴിയാണ് നമ്മൾ എല്ലാവർക്കും അയച്ചു കൊടുക്കുന്നത്. നിങ്ങളുടെ ഓരോരുത്തരുടെ റിക്വസ്റ്റ് പ്രകാരമാണ് നമ്മൾ പോസ്റ്റ് വഴി അയച്ചു തരാമെന്ന് വിചാരിച്ചത്. അപ്പോൾ പോസ്റ്റ് വഴി അയക്കുമ്പോൾ എനിക്കും ഇതിനെക്കുറിച്ച് ഒന്നും അറിഞ്ഞിരുന്നില്ല. മറ്റേത് കൊറിയർ ആകുമ്പോൾ വീട്ടിൽ വരിക, അവരെടുക്കുക, കൊണ്ടുപോവുക, നമ്മളൊന്നും അറിഞ്ഞിരുന്നില്ല. ഇപ്പോൾ പോസ്റ്റ് ആകുമ്പോൾ നമ്മൾ ഓട്ടോ വിളിച്ച് പോയിട്ട് വേണം അയച്ച് തിരിച്ചു വരാൻ. അപ്പം അതിൻ്റേതായ റിസ്ക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഓരോ ആഴ്ചയിലും 2 പ്രാവശ്യം അയക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഡെയിലി ഓട്ടോറിക്ഷ വിളിച്ച് പോവുക പറയുമ്പോൾ എളുപ്പമൊന്നുമല്ല. അപ്പം അങ്ങനെയാണ് ഞാൻ വിചാരിച്ചത്. തിങ്കൾ വെള്ളി ആ ഒരു ദിവസങ്ങളിൽ അയക്കാമെന്നൊക്കെ തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക. എന്തായാലും നിങ്ങളുടെ അത്യാവശ്യമുള്ളതാണ്, നിങ്ങൾക്ക് തിരക്കുണ്ട്, ഓർഡർ ഉണ്ട് എന്നൊക്കെയാണ് വെച്ചെങ്കിൽ പെട്ടെന്ന് പറയണം. അപ്പം നമ്മൾ അതിനനുസരിച്ചിട്ട് എന്തെങ്കിലും ചെയ്തിട്ട് നമ്മൾ പെട്ടെന്ന് അയച്ചു തരുന്നുണ്ട്. പിന്നെ ഒരുപാട് പേർക്ക് മിസ്സിങ് ആവുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് സാധനങ്ങൾ. അപ്പം അങ്ങനെയുള്ളവരുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളോട് പറയുക. അപ്പം നമ്മൾ അതിനനുസരിച്ചിട്ട് ഒന്നുകിൽ റീഫണ്ട് ചെയ്ത് തരും, അല്ലാന്നുണ്ടെങ്കിൽ അടുത്ത സ്റ്റോക്ക് എടുക്കുമ്പോൾ അതിൽ കൂടെ നമ്മളിത് ആഡ് ചെയ്തിട്ട് അയച്ചു തരും. അപ്പം അതിനൊന്നും ആരും പേടിക്കണ്ട. അപ്പോൾ ഓർഡറൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പറയണം കേട്ടോ. അപ്പം അതിനനുസരിച്ചിട്ട് നമ്മൾ പെട്ടെന്ന് അയച്ചു തരുന്നുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത് പാർട്ട് 2 ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത്. അതായത് ക്രോഷയുടെ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതായത് ചെയിൻ സ്റ്റിച്ച്. അപ്പോൾ ചെയിൻ സ്റ്റിച്ച് ഇടാൻ എത്ര ആൾക്ക് പഠിഞ്ഞു എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അതിന് ശേഷമാണ് നമ്മൾ രണ്ടാമത്തെ സ്ലിപ്പ് സ്റ്റിച്ച് എന്ന് പറഞ്ഞ സ്റ്റിച്ചിലേക്കാണ് നമ്മൾ ഇന്ന് കടക്കാൻ പോണത്. എനിക്കിതിനെക്കുറിച്ച് വലിയ അറിവൊന്നുമില്ല, ഞാനും പഠിച്ചു വരുന്നതേ ഉള്ളൂ. അപ്പം എനിക്കറിയണത് അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരികയെന്ന് മാത്രം. അപ്പം ഞാനും ഇത് ക്ലാസ് കാര്യങ്ങളൊന്നുമല്ല, ഞാൻ യൂട്യൂബിൽ വീഡിയോസ് കണ്ടിട്ട് തന്നെയാണ് ഞാനും ഇത് ചെയ്യണത്. അപ്പം എനിക്ക് പറ്റുവെച്ചെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും പറ്റും. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ചെയിൻ സ്റ്റിച്ച് ഇടാൻ ആർക്കൊക്കെ പഠിഞ്ഞെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ അടുത്ത സ്റ്റിച്ച് നമ്മൾ ഇടാൻ പോകുന്നത് സ്ലിപ്പ് സ്റ്റിച്ചാണ്. അപ്പോൾ ഈ ചെയിൻ സ്റ്റിച്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ അടുത്ത സ്ലിപ്പ് സ്റ്റിച്ച് ഇടാൻ പോകുന്നത്. അപ്പോൾ ഓരോന്നിനും ഓരോ വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ചെയിൻ സ്റ്റിച്ച് ഇട്ട് തുടങ്ങിയാലാണ് നമുക്ക് എന്തൊരു കാര്യം ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാണ്ട് ഒന്നുണ്ട് കഴിഞ്ഞ് രണ്ടാമത്തേക്ക് കടന്നിട്ട് കാര്യമില്ല. അത് നമ്മൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ട് ചെയിൻ സ്റ്റിച്ച് ഇടാൻ പഠിഞ്ഞെന്ന് കണ്ടു കഴിഞ്ഞാൽ അടുത്ത സ്റ്റിച്ചിലേക്ക് നമ്മൾ കിടക്കുക. അപ്പോൾ നമ്മുടെ ആവശ്യമാണ്. ചിലപ്പം വലിയ വൃത്തി കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മുടെ ആവശ്യമാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ ചെയ്തെടുക്കാൻ. അപ്പോൾ ഇതാണ് സ്ലിപ്പ് സ്റ്റിച്ച്. കണ്ടപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് എനിക്കറിയണ പോലെ ഞാൻ നിങ്ങൾക്കും കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഓൾറെഡി ഇന്നലെ ചെയിൻ സ്റ്റിച്ച് ചെയ്ത് വെച്ചതായിരുന്നു. അപ്പോൾ അതിൻ്റെ മേലെ കൂടെയാണ് നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ഇവിടെ അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ മേലെ കൂടെ തന്നെയാണ് നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ചും ഇടാൻ തുടങ്ങിയത്. അപ്പോൾ നമുക്ക്
പോയാലോ? അപ്പോൾ ചെയിൻ സ്റ്റിച്ച് ഇടാൻ അറിഞ്ഞവരെന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി അടുത്ത സ്റ്റിച്ചാണ് സ്ലിപ്പ് സ്റ്റിച്ച്. അപ്പോൾ നമുക്കതിലേക്ക് പോയാലോ? ഓക്കെ. അപ്പോൾ നമ്മൾ ചെയിൻ സ്റ്റിച്ച് ഇടാൻ വേണ്ടിയിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇനിയാണ് നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ചാണ് ഇടാൻ പോകുന്നത്. സ്ലിപ്പ് സ്റ്റിച്ച് ഇടുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം. ഇതാ ഈ ഇത് അടുത്ത കണ്ണിയുടെ ഉള്ളിൽ കൂടെ കൊടുക്കുക, ചങ്ങളുടെ ഉള്ളിൽ കൂടെ കൊടുത്തിട്ട് ഇതിങ്ങനെ മറിക്കുക, ഇങ്ങനെ തോണ്ടി കൊണ്ടുവന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ എടുക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് 2 ഇത് കിട്ടി, മനസ്സിലാവുണ്ടാവും. അങ്ങനെ കിട്ടിയതിന് ശേഷം ആ ഒരു സംഭവം നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കൂടെ കൊണ്ടുവരാം. കണ്ട, അപ്പോൾ ഇതാണ് സ്ലിപ്പ് സ്റ്റിച്ച് എന്ന് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾക്ക് ഒന്നുകൂടെ കാണിച്ചു തരട്ടോ. ഇനി ഇതേപോലെ എടുക്കുക, ഇതുപോലെ എടുത്തിട്ട് അടുത്ത ചങ്ങലയുടെ ഉള്ളിൽ കൂടെ എടുക്കുക, എന്നിട്ട് ഇതിങ്ങനെ കൊളുത്തുക, എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ കൊണ്ടുവരിക. ഇതിൻ്റെ ഉള്ളിൽ കൂടെ കൊണ്ടുവന്ന് നമുക്ക് ഇവിടെ അങ്ങനെ 2 എണ്ണം കിട്ടും. ആ 2 എണ്ണത്തിലെ ഒന്നിനെ വീണ്ടും നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ കൊണ്ടുവരിക. കണ്ട, അപ്പം അങ്ങനെയാണ് നമ്മളിത് റിപ്പീറ്റ് ചെയ്തിട്ട് കൊണ്ടുവരേണ്ടത്. അപ്പോഴാണ് നമുക്കൊരു സ്ലിപ്പ് സ്റ്റിച്ചിൻ്റെ ഇത് കിട്ടുക. പിന്നെ നമ്മൾ എന്ത് ചെയ്യുക, അടുത്ത ചങ്ങലയുടെ ഉള്ളിൽ കൂടെ ഇടുക, പിന്നെ നമ്മളിത് തോണ്ടിയിട്ട് ഇങ്ങനെ കൊണ്ടുവരിക, ഇതിൻ്റെ ഉള്ളിൽ കൂടെ കടത്തുക. അപ്പോൾ നമുക്കിവിടെ 2 എണ്ണം കിട്ടും. വീണ്ടും ഇതിനെ നമ്മൾ എന്ത് ചെയ്യുക, ഇതിൻ്റെ ഉള്ളിൽ കൂടെ കൊണ്ടുവരിക. കണ്ട, മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണ്. പിന്നെ നമ്മൾ എന്ത് ചെയ്യുക, അടുത്ത ഒരു വട്ടം കൂടെ നോക്കിക്കോട്ടെ. അടുത്ത ചങ്ങലയുടെ ഉള്ളിൽ കൂടെ ഇതിടുക, ഇട്ടതിന് ശേഷം ഇത് വീണ്ടും നമ്മൾ കൊളുത്തിയിട്ട് ഇങ്ങനെ കൊടുന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ കൊളുത്തുക. അപ്പോൾ നമുക്ക് ഇവിടെ അങ്ങനെ 2 എണ്ണം കിട്ടും. ആ 2 എണ്ണം കിട്ടിയതിനെ വീണ്ടും നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ കൊണ്ടുവരിക. കണ്ട, അപ്പം ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തിട്ടാണ് നമ്മൾ കൊണ്ടുവരുന്നത്. കണ്ട, ഇതാണ് സ്ലിപ്പ് സ്റ്റിച്ച് എന്ന് പറയുന്നത്. അപ്പം ഞാനിത് ഫുള്ളാക്കിയിട്ട് കാണിച്ചു തരാം. അപ്പം നമ്മളിതിൽ സ്ലിപ്പ് സ്റ്റിച്ച് മാത്രമാണ് ഇന്ന് കാണിക്കണുള്ളൂ. ഇത് പെട്ടെന്നൊന്നും ശരിയാവില്ല, നമ്മൾ ചെയ്തിട്ട് തന്നെയാണ് ഇത് ശരിയാവുള്ളൂ. ഇപ്പം 2-3 പ്രാവശ്യം പ്രാക്ടീസ് ചെയ്താലാണ് നമുക്കിത് മനസ്സിലാവുള്ളൂ. അപ്പം ഇന്നലെ നമ്മൾ ചെയിൻ സ്റ്റിച്ച് പഠിച്ച്, ഇന്ന് നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് പഠിച്ച്. ഇത് രണ്ടും പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പം നമ്മൾ 3ാമത്തെ സ്റ്റെപ്പിലേക്ക് കടക്കാം. അപ്പം ഞാനിത് ഫിനിഷ് ചെയ്തിട്ട് കാണിച്ചു തരാം. ഇനി അറിയാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ നമ്മുടെ വീഡിയോസ് തന്നെ വീണ്ടും കണ്ടിട്ട് മനസ്സിലാക്കുക. അപ്പോൾ ഓക്കെ. അപ്പോൾ നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ഫുള്ളായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ സ്ലിപ്പ് സ്റ്റിച്ച് എന്ന് പറയണത്. ഇതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പാർട്ട് ഫസ്റ്റിൽ എന്താണ് ചെയിൻ സ്റ്റിച്ച് ഇടാൻ പഠിച്ച്, 2ാമത്തേൽ സ്ലിപ്പ് സ്റ്റിച്ച് ഇടാൻ പഠിച്ച്. അപ്പോൾ ഇനി ഇത് രണ്ടും നിങ്ങൾ ഒരു 4-5 പ്രാവശ്യമെങ്കിലും ചെയ്ത് നോക്കിയിട്ട് പ്രാക്ടീസായി എനിക്കിത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് വന്നു കഴിഞ്ഞാൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോഴാണ് നമ്മൾ 3ാമത്തെ സ്റ്റിച്ചിലേക്ക് കടക്കുള്ളൂ. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമ്മൾ അത്രയും ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ നമ്മൾ ഫ്രീ ആയിട്ടാണ് നിങ്ങൾക്ക് ഈ ക്ലാസ് എടുത്ത് തരുന്നത്. അത് മാത്രമല്ല, എനിക്കറിയണ പോലെ യൂട്യൂബ് നോക്കിയിട്ട് തന്നെയാണ് ഞാനും ചെയ്യണത്. അപ്പോൾ എനിക്കറിയണത് അത് നിങ്ങളോടും കൂടെ പറയാമെന്ന് മാത്രം. അപ്പോൾ ചെയിൻ സ്റ്റിച്ചും സ്ലിപ്പ് സ്റ്റിച്ചും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അത് രണ്ടും ചെയ്ത് നോക്കുക, അതിന് ശേഷം കമൻറ്റ് ചെയ്യുക. എന്നിട്ട് നമ്മൾ 3ാമത്തെ സ്റ്റിച്ചിലോട്ട് കിടക്കും. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കണ്ടാലാണ് എല്ലാവർക്കും എല്ലാതും മനസ്സിലാവുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ഇട്ട്, അടുത്ത സ്റ്റിച്ചിൻ്റെ വീഡിയോ ഇട്ട് നമ്മൾ വീണ്ടും വരാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ആദ്യമായിട്ട് കാണുന്ന ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.